ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാനത് പറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഓർക്കേണ്ടത് ഏത് രാഷ്ട്രീയ പാർട്ടിയേക്കാളും ഉപരിയായി ചെങ്കൊടിയുടെ അവകാശികൾ തന്നെയാണ്. നന്ദിഗ്രാം ഇവിടെ ആവർത്തിക്കണം, ബംഗാൾ ഇവിടെ ആവർത്തിക്കണം. ബംഗാളികൾ ഇന്ന് ചുരുങ്ങി. 30-ലധികം കൊല്ലങ്ങളിൽ മനോഹരമായ സുന്ദരമായ ഭരണത്തിന് ശേഷം ഇവിടുത്തെ ഹോട്ടലുകളിൽ മുഴുവൻ മേശ തുടക്കുവാൻ നമ്മൾ കണ്ടത് ബംഗാളികളെ ആയിരുന്നു. വാട്ട് എ ഫോൾ മൈ കൺട്രിമൻ! ഇതിനേക്കാളും വലിയ ഒരു വീഴ്ച ഈ പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ബംഗാളികളെയും മാറ്റി നിർത്തി ബംഗാളിന് തൊട്ടുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള വേലക്കാരാണ് നമ്മുടെ നാട്ടിൽ ജോലിക്ക് വരുന്നത്. അവിടെയൊക്കെ ത്രിപുരയിൽ നിന്നുമുണ്ട്, ജാർഖണ്ഡിൽ നിന്നുമുണ്ട്. അവിടെയൊക്കെ വളരെ സുന്ദരമായ ഭരണങ്ങളാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതിൻ്റെയൊക്കെ സമഗ്രമായ ഒരു വിവരം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് ഭൗമിക്കിൻ്റെ ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയും. ഏതായാലും ഇത്തരത്തിലുള്ള ഏറെ കാലിക പ്രസക്തിയുള്ള ഈ പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ശ്രീ അജിത് കുട്ടിക്ക് എൻ്റെ നമസ്കാരം. ഇതൊരു വിഷമം പിടിച്ച പ്രവൃത്തിയാണ് തർജ്ജമ, പരിഭാഷ എന്നത്. വളരെയധികം കാശ് കിട്ടുന്ന പ്രവൃത്തിയുമല്ല. എന്നിട്ടും ഒരു തപസ്യ പോലെ അത് ഏറ്റെടുത്ത അജിത് കുട്ടിയെ നാം എല്ലാവരും അഭിനന്ദിക്കുന്നു. പിന്നെ ഈ തടിയൻ പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച് വിൽപ്പനയ്ക്ക് എത്തിച്ച പ്രിയദർശിനി, അതിൻ്റെ ഊർജ്ജസ്വരനായ എൻ്റെ സുഹൃത്ത് പഴകുളം മധു, അദ്ദേഹത്തോടും നാമൊക്കെ കടപ്പെട്ടിരിക്കും.